ആറിൽ നിതിൻ രാജിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് നിതിൻ രാജിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. ഞാനിന്നലെ നിതിൻ രാജിൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. നിതിൻ രാജിൻ്റെ പിതാവും മറ്റ് ബന്ധുക്കളും പറയുന്നത് നമ്മൾ വിലയിരുത്തിയാൽ കോളേജിൽ ചേർന്ന അവസരം മുതൽ തന്നെ നിതിൻ രാജിനോട് ഒരു വേറിട്ട സമീപനമാണ് കോളേജിലെ അധ്യാപകർ പിന്തുടർന്ന് എന്നതാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്. പല ഘട്ടങ്ങളിലും നിതിൻ രാജിനെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ഇടക്കാലത്ത് വീട്ടിൽ വന്നിട്ട് തിരിച്ചു ചെന്ന അവസരത്തിൽ ഹോസ്റ്റൽ മുറി പോലും നിഷേധിക്കപ്പെട്ടു എന്നാണ് നിതിൻ രാജിൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത്. ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിരുന്ന ഒന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട പ്രൊഫസർ MK റാം, അതുപോലെ തന്നെ അധ്യാപികയായിട്ടുള്ള സംഗീത തുടങ്ങിയവരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് ഇത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുകയാണ്. 7 അംഗ പ്രത്യേക ടീമിനെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സമസ്ത പ്രശ്നങ്ങളും അന്വേഷണം നടത്തും. വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്, യുവജന സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ പഠിച്ചിരുന്ന മുൻകാല വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഒന്നൊന്നായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിതിൻ രാജിൻ്റെ പിതാവിനെ കണ്ടതിന് ശേഷം ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നാൽ ഉടനെ തന്നെ അത് മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ വീടാണ്. സ്വന്തമായി ഒരു വസതി പോലും ഇല്ല. വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. പെയിൻറ് പണിക്ക് പോയിട്ടാണ് ദിവസം അതിൻ്റെ കൂലി കിട്ടിയാണ് അവർ ജീവിക്കുന്നത്. ഇടയ്ക്ക് മറ്റൊരു ലോണിൻ്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്. ലോണ് അമ്മയുടെ അസുഖത്തിന് വേണ്ടി, അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലോൺ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉണ്ട്. അതും ഇത് ഈ വേർപാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ഉള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ അതെല്ലാം അത്തരം എല്ലാ വിഷയങ്ങളും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റത് കേരളം പോലെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ സംഗീത ടീച്ചറിനെ പോലെയും റാം സാറിനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തിൽ തന്നെ അപമാനമായിരിക്കുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് കേട്ടറിഞ്ഞിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ഗൗരവമായി ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. ഇനിയിപ്പം പുതിയ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് ചുമതല എടുക്കുന്നവരോ ആലോചിക്കേണ്ടതാണ്. ഒന്ന്, ഈ അധ്യാപകർക്ക് കൊടുക്കുവാൻ കഴിയുന്ന പിന്നെ ഇൻറ്റേർണൽ മാർക്ക്, അതാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണമായി വരുന്നത്. ഇൻറ്റേർണൽ മാർക്ക് വച്ച് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ്. അവരെ പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അവർ പല കാര്യങ്ങൾക്കും വഴങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പല കുട്ടികളും ഇത് പുറത്ത് പറയുന്നില്ല. ഇതൊരു വലിയ ആയുധമാക്കി ഈ പിന്നെ നല്ലൊരു ശതമാനം അധ്യാപകർ ഉപയോഗപ്പെടുത്തുകയാണ്. ഉദാഹരണം, 100 മാർക്കിനുള്ള പേപ്പറാണെങ്കിൽ 25% ഇൻറ്റേർണൽ മാർക്ക് കിട്ടും. ഇൻറ്റേർണൽ മാർക്ക് 25% കിട്ടും. ആ 25%-ൽ 12.5% മാർക്ക് ഒരു അധ്യാപകന് കൊടുത്താലേ കുട്ടി പാസ്സാവൂ.
മനസ്സിലായോ ഞാൻ പറഞ്ഞത്? 100% മാർക്കിൽ 25% ഇന്റേണൽ മാർക്ക്. ആ കുട്ടി പാസ്സായി വരണമെങ്കിൽ 12.5% മാർക്ക് കൊടുത്താൽ മാത്രമേ കുട്ടി പാസ്സായി പിന്നെ വരുള്ളൂ. അപ്പോൾ ഇത് ഏത് കുട്ടിയെ ഭീഷണിപ്പെടുത്തുവാനും പിന്നെ ഒക്കെ ഉള്ള ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു വ്യക്തിക്കപ്പുറമായിട്ട് പിന്നെ ഈ ഇൻറ്റേർണൽ മാർക്ക് നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷാ സമ്പ്രദായങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഡിഗ്രി കോഴ്സിനാണെങ്കിൽ 3 വർഷം എന്നുള്ള 4 വർഷം ആയി മാറിയിരിക്കുന്നു. ഞങ്ങൾ 1 മുതൽ 10 വരെയുള്ള ഇതിൽ മിനിമം മാർക്ക് സമ്പ്രദായം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മിനിമം മാർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ പിന്നെ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ഇൻറ്റേർണൽ മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന് 20 മാർക്കുണ്ട് അധ്യാപകർക്ക് സ്കൂളിൽ. അത് പിന്നെ ഒരു കൂട്ടായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ല അധ്യാപകന് ഇഷ്ടം പോലെ ഒരു ദാനം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അധ്യാപകന് ഇഷ്ടം പോലെ തനിക്ക് സൗകര്യമുള്ളവർക്ക് ദാനം ചെയ്യുക ഉള്ള ഒരു മാർക്കായി ഇൻറ്റേർണൽ മാർക്കിനെ കാണാൻ വേണ്ടി പറ്റില്ല. ഇൻറ്റേർണൽ മാർക്കിന് അതിൻ്റേതായ ഒരു മാനദണ്ഡം, ക്രൈറ്റീരിയ ഉണ്ടാവണം. ഇൻറ്റേർണൽ മാർക്ക് തെറ്റായ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ വേണ്ടി വന്നാൽ ആവശ്യമുണ്ടെങ്കിൽ അതും ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് അതിനെ സംബന്ധിച്ചോളം സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇയാളുടെ പിതാവ് പറയുന്നത് പിന്നെ നിന്നെ തോൽപ്പിക്കും, നിന്റെ ജീവിതത്തിൽ നീ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല, നിന്നെ തോൽപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു ജാതി പറഞ്ഞ് നിരന്തരമായി ആക്ഷേപിക്കുക, പിന്നെ സാംസ്കാരിക ശൂന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്നലെ എനിക്ക് വേദന ഉണ്ടായ ഒരു സംഭവം ആ അച്ഛൻ പറയുകയാണ്. ആ കോളേജിൽ നിന്ന് ഒരു അധ്യാപകൻ ഒരാൾ പോലും അവിടെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എന്ന് മാത്രമല്ല ഒരു കുട്ടികളും വന്നില്ല. എല്ലാ കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. പോകുന്നവർക്ക് ഈ ഇന്ത്യയിലെ മാർക്ക് കിട്ടില്ല, നിന്നെ തോപ്പിക്കുന്നു പോകുന്നവരെ. അതുകൊണ്ട് കുട്ടികളെ പേടിച്ച് തൻ്റെ സഹപ്രവർത്തകൻ്റെ അതിനോട് അവസാനം പിന്നെ വിട പറയുന്നതിന് വേണ്ടി പോലും പിന്നെ വരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ചില കോളേജുകൾ നമ്മളിപ്പം കോളേജുകൾ പിന്നെ ഉണ്ട്. അത് നമുക്ക് സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവരിന്നലെ പറഞ്ഞത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വീടിൻ്റെ കാര്യമൊക്കെ പിന്നെ പറഞ്ഞു. ചില ആൾക്കാരെല്ലാം വീട് സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി, കാര്യജല്ല പറഞ്ഞിട്ട് പോയി. ഞാൻ അതെത്രമാത്രം നടക്കുമെന്ന് അറിയില്ല. കാര്യജൽ വയനാടൊക്കെ പിന്നെ സംഭാവന ചെയ്യാമെന്ന് ഡിക്ലെയർ ചെയ്ത ശേഷം ഇതുവരെ വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഈ പൊതുവിൽ ഒരു ആലോചന നടത്തി, മുഖ്യമന്ത്രിയും കൂടെ വന്നതിന് ശേഷം ആലോചന നടത്തി ഈ കുടുംബത്തിൻ്റെ വീടിൻ്റെ കാര്യവും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹികപരമായും സാമ്പത്തികപരമായും വളരെ പിന്നോക്കം നിൽക്കുന്ന സമൂഹം എന്നുള്ള നിലയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കും. ഒരാളിൻ്റെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ട കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ ചില്ലറ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലൊന്നും ഒരു കാര്യമില്ല. ലോൺ എടുത്തെന്നോ അല്ലെങ്കിൽ താമസിച്ച് ക്ലാസ്സിൽ വന്നെന്നോ അല്ലെങ്കിൽ അറ്റൻഡൻസ് കുറവെന്നോ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നും ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നമില്ല. ഇത് ഇന്നലെ പിന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോതമാഷ് അവിടെ പോയിരുന്നു, ഞാൻ പോയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് അവർ താമസിക്കുന്നത്. ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോയിരുന്നു. അവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ് എന്നുള്ള നിലയിൽ പറഞ്ഞു. എന്ത് ഹെൽപ്പ് ചെയ്താലും അവർക്ക് അതിന് ബദലാവില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ഈ പിന്നെ പോലീസ് വളരെ ക്വിക്കായിട്ടാണ് ആക്ഷനിലേക്ക് പോയത്. പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ചു. അവർ തിരുവനന്തപുരത്ത് നിന്ന് എത്തുമെന്നാണ് പറയുന്നത്. പിന്നെ നിതിൻ്റെ അച്ഛൻ്റെയും അത് ബന്ധുക്കളുടെയൊക്കെ തന്നെ ഈ മൊഴിയൊക്കെ എടുക്കുന്നതിന് വേണ്ടി. എന്തായാലും ഇനി ഇത് നമ്മൾ 2-3 സംഭവത്തിൽ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതേപോലുള്ള ചില പ്രൊഫസർമാരും ചില ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും നാട്ടിന് അപമാനമാണ്, നമ്മുടെ കേരളത്തിന് അപമാനമാണ്. അവർക്ക് പിന്നെ അധികാരം കയ്യിൽ കിട്ടിയാൽ എന്തും എന്നുള്ളതാണ്.
ആരെയും ഇതേ രൂപത്തിൽ വേർപാടുണ്ടാക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഒരു അടി ഒരാൾക്ക് കൊടുത്താൽ മാഞ്ഞു പോകും. പക്ഷെ ഒരു വാക്ക് മായില്ല, അത് മനസ്സിൽ കിടക്കും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ കൃത്യം എനിക്കറിയില്ല. ടീമിന് അവിടുത്തെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഞാൻ കമ്മീഷണർ സംസാരിച്ചു ഫോണിൽ കൂടെ. നമ്മൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന DCP ആണ് അടുത്ത SP. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ 6 പേരോ 7 പേരുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല, വിശദമായിട്ട് ചോദിക്കാം. ആളുകളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റേണൽ മാർക്ക് പേടിച്ചാണ് പലരും പറയാത്തത്. വലിയ ഭീഷണികളും വലിയ തരത്തിലുള്ള അസഭ്യ പ്രയോഗങ്ങളും നടത്തുന്ന ഒരു മനുഷ്യനാണ് അധ്യാപകൻ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സസ്പെൻഷൻ കഴിഞ്ഞ അദ്ദേഹം തിരികെ ഇതേ പോസ്റ്റിലേക്ക് തന്നെ അവർക്ക് തന്നെ എത്താനുള്ള സാധ്യതകളുമുണ്ട്. മറ്റു കുട്ടികൾ നമ്മുടെ പ്രശ്നം അതാണ്. ഇതിപ്പോൾ വളരെ ഗൗരവമായിട്ടും സീരിയസ് ആയിട്ട് എടുക്കുന്നു. നമ്മളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. ആ കുടുംബത്തോട് നിതിൻ്റെ കുടുംബത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോടതിയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും വേണ്ടവണ്ണം തെളിവുകളോ മറ്റു കാര്യങ്ങളില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഇത്തരം ദ്രോഹികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ ആ രക്ഷപ്പെടലിനെ തടയിടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ആലോചിക്കും. ഈ റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിയമമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രോട്ടോകോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാനും നിയമപരമായി ഇത്തരം കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പരിരക്ഷ കിട്ടാനും അങ്ങനെ എന്തെങ്കിലും നിയമത്തെക്കുറിച്ച് വരുന്ന സർക്കാരെങ്കിലും ആലോചിക്കേണ്ടത്. ഞാനതാണ് പ്രൊഫഷണൽ പ്രൊഫഷണൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാർക്ക് തന്നെയാണ്. ഒരു അധ്യാപകൻ വിചാരിച്ചാൽ ഒരു കുട്ടിയെ തോൽപ്പിക്കാൻ ജയിപ്പിക്കാം, അത് തന്നെയാണ്. അപ്പോൾ അതിന് ഒരാളെ മാത്രം നമ്മൾ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഒരു സമിതിയെ ഏൽപ്പിക്കണം. ഇപ്പം മെഡിക്കൽ ബോർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ മെഡിക്കൽ ബോർഡിൽ ഇപ്പം മുൻപൊക്കെ ഏതെങ്കിലും ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ അത് പോരല്ലോ, ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ചെയ്താലേ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ട്രാൻസ്ഫറിനോ പ്രൊമോഷനോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താറുള്ളൂ. അതുകൊണ്ട് അത് ചർച്ച ചെയ്യണം. നമ്മൾ ഏകപക്ഷീയമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ ഒരു എങ്ങനെ വേണം സമീപിക്കേണ്ടെന്ന കാര്യം സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു. ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പലരും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പലരും വളരെ പ്രതീക്ഷയോടുകൂടി ഡോക്ടറാവാൻ, എഞ്ചിനീയറാവാൻ, അഗ്രികൾച്ചർ ഓഫീസറാവാനൊക്കെ വരുന്നവർ അങ്ങ് സഹിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി ഇടപെടുന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാതെ നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പിന്നെ കുറേ കാര്യങ്ങളെങ്കിലും അറിയുന്നത് ഗവൺമെൻറ് പുതിയ കൗൺസിലിംഗ് കൊണ്ടുവന്നു, പല കോളേജുകളിലെ കൗൺസിലിംഗ്. അപ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ട് വരുന്നത്. എന്തായാലും ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ ഇഷ്യോ, വലതുപക്ഷത്തിൻ്റെ ഇഷ്യോ, BJPയുടെ ഇഷ്യോ എന്നല്ല, ഇതൊരു പൊതു ഇഷ്യൂ ആയിട്ട് നമ്മളിതിനെ കാണേണ്ടതായിട്ടുണ്ട്. അല്ല, അത് ഈ മാർക്ക്, ഈ ഇന്റേണൽ മാർക്കാണല്ലോ ഇവരെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്. ആ ഇന്റേണൽ മാർക്ക് ഒരു വ്യക്തി കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ഒരു സംവിധാനത്തെ പറ്റി ആലോചിക്കണം, അതിന് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അതോറിറ്റിയെ പറ്റി ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ ചെയ്തല്ലോ, സ്കൂളിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തി. ഇന്റേണൽ മാർക്ക് കൊടുക്കുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകരോട് കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകരോട് പരസ്പരം ആലോചിച്ചുകൊണ്ട് മാത്രമേ ഇന്റേണൽ മാർക്ക് അവസാന രൂപം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നിപ്പോൾ സ്കൂളുകളിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം സ്കൂളുകൾ ഈ വർഷം മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നത്. മറിച്ച് എനിക്ക് താല്പര്യമുള്ള ആളുകളുടെ കുട്ടിയാണെങ്കിൽ 25-ന് 24 കൊടുക്കും. ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കേൾക്കാത്ത കുട്ടിയാണെങ്കിൽ പിന്നെ 10% ആക്കിയിടും, അതുവഴി അവൻ തോറ്റ്. മാനേജ്മെൻറ്റ് പ്രതികളായിട്ട് ചർച്ചയ്ക്കൊന്നും വേണ്ട. നിയമാനുസരണമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഗവൺമെൻറ് ആലോചിക്കട്ടെ. ഗവൺമെൻറ് ആ നിലയിൽ പോവുക. മാനേജ്മെൻറ്റ് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ?
കമ്മീഷൻ ഇതുവരെയും ഞാൻ പറയാം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസവും കൂടെ എടുക്കും. 2 ദിവസം എടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വോട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആ അന്തിമ വോട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിൽ ദുരൂഹത ആരെങ്കിലും ചിന്തിച്ചാൽ അതിനെ തെറ്റ് പറയുന്നതിന് വേണ്ടിയും കഴിയില്ല. പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ തന്നെ ഈ അന്തിമ കണക്ക് വെച്ചാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടത്. അത് ഇത്രയും വളരെ സൗഹാർദ്ദപരമായി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അത് തന്നെ കേരളത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അവിടെയെല്ലാം പല പ്രശ്നങ്ങളാണല്ലോ. കേരളത്തിൽ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സഹകരിച്ചത്. അങ്ങനെ സഹകരിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് ഈ വോട്ടിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? അത് വളരെ സംശയത്തോടു കൂടി നമ്മൾ കാണുകയാണ്. 4 ദിവസമായി വോട്ടുകളുടെ അന്തിമ കണക്ക് പുറത്തുവിടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് തികച്ചും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമല്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ട്, സർവീസ് വോട്ട്, പോസ്റ്റൽ വോട്ട്, വീട്ടിലെ വോട്ട് എന്നിവയൊക്കെ ചേർന്ന അന്തിമ എണ്ണം എത്രയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ പുറത്തുവിടണം. ഈ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാത്ത അവസരത്തിൽ നമ്മളിങ്ങനെ വെള്ളം തൊട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ അന്തിമ വോട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഈ കണക്കുകൾ കൃത്യമായി നൽകുന്നതിൽ കമ്മീഷന്റെ മുന്നിലുള്ള തടസ്സം എന്താണെന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സാങ്കേതികവിദ്യ ഇത്രയേറെ വികസിച്ച കാലത്ത് വിവരങ്ങൾ ക്രോഡീകരിക്കാൻ ഇത്രയും കാലതാമസം വരുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യലാണ്. ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക പരിഹരിക്കുവാൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെടുകയും എല്ലാ വിഭാഗം വോട്ടുകളുടെയും കൃത്യമായ കണക്ക് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയും വേണം. ഇപ്പോൾ ബാലറ്റ് പേപ്പറുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ വന്ന് വോട്ട് ചെയ്തതിൻ്റെ കാര്യമുണ്ട്. അതുകൂടാതെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട നിരവധി ആൾക്കാർക്ക് വോട്ട് നിഷേധിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ കേസ് ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള IAS ഓഫീസർമാർക്കെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ആർക്കും വോട്ടില്ല. അവർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ ജനനേതാക്കളാണ് കാര്യങ്ങൾ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മുഴുവൻ ബ്യൂറോക്രസിയാണല്ലോ. അവർക്ക് വോട്ടില്ല. കേരളത്തിലെ ഞാൻ പല IAS ഓഫീസർമാരോടും ചോദിച്ചു. അവർക്ക് വോട്ടില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അത് കോടതിയിലെ മറ്റും എന്തോ ഒരു കേസ് അതിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടന്നാൽ എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കുക എന്നത് ഒരു സാധാരണ നടപടി ക്രമം ആണ്. ഈ കണക്ക് വോട്ടിൻ്റെ ടോട്ടൽ കണക്ക്. അപ്പോൾ അത് താമസിച്ച് പോകും തോറും നമുക്ക് സംശയം കൂടുകയല്ലേ, എന്തിനവർ രഹസ്യമായിട്ട് വയ്ക്കുന്നത്? ഇത് രഹസ്യമായിട്ട് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനൊരു പ്രോസസ്സുണ്ട്. വോട്ടിംഗ് നടക്കുമ്പോൾ 6 മണിവരെ വോട്ടിംഗ് ആണെങ്കിൽ 6 മണിവരെ ക്യൂവിൽ നിന്നവരെല്ലാം കൂടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് 6 മണിയാകുമ്പോൾ കിട്ടുന്ന ഒരു കണക്കുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു 8 മണിയാകുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇവരെല്ലാം വോട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്നൊരു കണക്കുണ്ട്. എന്നാലും വീണ്ടും ഒരു കണക്ക് പരിപൂർണമാണെങ്കിൽ പോസ്റ്റൽ ബാലറ്റും അതുപോലെ വീട്ടിൽ ചെന്ന് വോട്ട് ചെയ്യുകയും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരെല്ലാം വോട്ട് ചെയ്യുന്ന ബാലറ്റ് അതെല്ലാം ഒരു ദിവസം കഴിഞ്ഞ് തന്നെ അതെല്ലാം കൂടെ കൂട്ടി ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളും കൂട്ടി പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ 4 ദിവസമായി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനക്കം ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമത്തിൽ എന്തെങ്കിലും വിശ്വാസം കുറവ് ആരെങ്കിലും രേഖപ്പെടുത്തിയാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഞങ്ങളിപ്പോൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത കണക്കുണ്ടല്ലോ. അപ്പോൾ LDF എന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക്, UDF എന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക്, BMS എന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക്, ചിലപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമായിരിക്കും. അതെല്ലാം വെച്ചുകൊണ്ടാണല്ലോ ഒരു കണക്ക് ഒക്കെ ഉണ്ടാകുന്നത്.
ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരും അങ്ങനെയൊക്കെയാണല്ലോ നടത്തുന്നത്, ഒരു കുറച്ച് ആൾക്കാരെ ചോദിച്ചുകൊണ്ട്. നമുക്കതല്ലല്ലോ, ലാസ്റ്റിൽ ഇത്ര വോട്ട് നടന്നു, ഒരു ബൂത്തിൽ, ഒരു വാർഡിൽ ഇത്ര ബൂത്ത് നടന്നു. അത് 4 ദിവസമായും പ്രസിദ്ധീകരിക്കുന്നത് വെച്ചാൽ അങ്ങറ്റത്തെ അനാസ്ഥയാണ്. അങ്ങറ്റത്തെ അനാസ്ഥയും അത് എന്തും പിന്നെ കേരള ജനതയോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. നടക്കട്ടെ, കേസ് നടക്കട്ടെ. അല്ല, അത് അവർക്ക് കേസ് എടുക്കാനുള്ള അവകാശമുണ്ട്. അത് അങ്ങനെ അവകാശം അങ്ങനെ നടന്നോട്ടെ. എനിക്കെന്താ പ്രശ്നം? ഞാൻ മിക്കവാറും ഒക്കെ ഒരു ദിവസം ഒരു 10-15 വിവാഹത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ വിവാഹത്തിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടൊന്നുമല്ല പോകുന്നത്. അല്ല, ഈ വിവാഹത്തിൽ ഇങ്ങനൊരു വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടായി. അതുവഴി അങ്ങോട്ട് നേറ്റിങ്ങിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഓടിച്ചെന്ന് അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അതിൻ്റെ പേരിൽ കേസൊക്കെ എടുത്തിട്ട് കുഴപ്പമില്ല. ഒരു തരം വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടക്കുമെന്ന് തോന്നുന്നു. കാരണം വീഴ്ചയില്ല എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഏത് റിപ്പോർട്ടിലായിരുന്നാലും അവർ കല്യാണം കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യമല്ല. അവർ എന്താ വേണം ആയിക്കോട്ടെ. ഞാനവിടെ പോയെന്നുള്ള കാര്യം ശരി തന്നെയാണ്. ദിവസം എത്ര കല്യാണത്തിന് നമ്മൾ പോകുന്നത്? ഇനി നമുക്കിനിയിപ്പോൾ ഒരു കല്യാണത്തിന് നിന്ന് രാവിലെ ഒരു 10 കല്യാണം വന്ന് എല്ലാം ചെന്ന് അവിടെ നിന്ന് തെളിവും കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറ്റില്ല. അത് പിന്നെ അത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പെശ ഉണ്ടായതായിട്ട് പിന്നെ ഏത് കമ്മീഷൻ തോന്നിയാണെങ്കിൽ അവർ നടപടി സ്വീകരിച്ചോട്ടെ. അതിന് സംശയമുണ്ടോ? ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും പറയട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ അത്ര ഉൾക്കൊണ്ടപ്പെടേണ്ട. കാരണം അവർ എനിക്ക് തോന്നുന്നു അവർ പോലീസിൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം, മറ്റ് ID കാർഡുകൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം അവിടെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് കാണിച്ചിട്ടല്ലേ അവർ അനുവാദം കൊടുക്കാറുള്ളൂ. അതിൽ ഫേക്കാണെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. അല്ല, ഫേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം ഫേക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്കാണെന്ന് പറയാൻ പറ്റുമോ? നേമത്ത് LDF ജയിക്കും, പരാജയപ്പെടുകയൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യമില്ല. കാരണം നേമത്ത് പ്രധാനമന്ത്രി അടക്കം വന്ന് റോഡ് ഷോ നടത്തിയ സ്ഥലമാണ് നേമം എന്ന് പറയുന്നത്. എൻ്റെ കണക്ക് പറയണോ വോട്ടിൻ്റെ? എൻ്റെ ഇപ്പം ഞങ്ങളുടെ ഇതല്ല, ഒരുപാട് കണക്കിരിക്കും. അല്ല, ഞങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ഒരു 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും മുന്നണി ജയിക്കാനുള്ള കാര്യമാണ്. അവിടെ ഇപ്പോൾ 4ാമത്തെ ഇലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലും 2 ഇലക്ഷനിൽ ഞാൻ ജയിച്ചു, 1 ഇലക്ഷനിൽ BJP ജയിച്ചു. 2 ഇലക്ഷനിൽ ഞാൻ ജയിക്കുമ്പോഴും BJPയുടെ കോർപ്പറേഷനിലെ സ്വാധീനം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം കോർപ്പറേഷനിലെ സ്വാധീനം അവർക്ക് കൂടുതലുണ്ട്. പിന്നെ ഈ വോട്ടേഴ്സ് ചോദിച്ച ഒരു ചോദ്യത്തിനും ബഹുമാനപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥിക്ക് മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ഉണ്ടാവും. 2, അങ്ങയുടെ വീട്ടിലൊരു കാര്യത്തിനുണ്ട് കാണാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാൻ വേണ്ടി പറ്റുമോ? പിന്നെ അതുപോലെ അങ്ങ് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ എന്തെങ്കിലും പിന്നെ ഉപകാരം ഈ കേരളത്തിനോ അല്ലെങ്കിൽ ഈ നിയമമണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള പിന്നെ അങ്ങ് സ്വത്ത് ഉയർത്തി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിതുവരെ ക്ലിയറാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഒന്നും വരുന്നില്ല.
അപ്പം അതുകൊണ്ട് പിന്നെ LDF ജയിക്കും, അതിന് നിങ്ങൾക്കൊരു വിഷമം വേണ്ട. കാരണം BJP അവർ ജയിക്കുമെന്ന് കണക്കൂട്ടുന്ന നിയമമാണ് പ്രധാനമായിട്ടും. കോൺഗ്രസും പറയുന്ന ഒരു കാര്യം വോട്ട് വർദ്ധിപ്പിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിന് പരമാവധി കിട്ടാൻ സാധ്യതയുള്ള വോട്ട് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ പ്രകാരം പത്രങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. LDFന് ഒരു 55,588 വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 588. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉറച്ച വോട്ടാണ്. പിന്നെ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ട്, അല്ല നിഷ്പക്ഷമായ ആൾക്കാർക്ക് വോട്ടുണ്ട്. UDFനാണെങ്കിൽ 29,499. അത് കുറയും. NDAക്ക് 52,982, 52,98,2. മറ്റുള്ളവർ 1,075. അപ്പോൾ ഇത് രണ്ടും പിന്നെ കുറയ്ക്കുമ്പോൾ എത്ര വരും? ആകെ വോട്ടെന്ന് പറഞ്ഞാൽ 1,71,178. ബൂത്തുകളിലാകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം 1,38,103. 85 വയസ്സ് കഴിഞ്ഞ് ഭിന്നശേഷിക്കാരായവർ ആകെ പോൾ ചെയ്ത വോട്ട് 991. ആകെ പോൾ ചെയ്ത EDC വോട്ടെന്ന് പറയുന്നത് 271. എത്ര വ്യത്യാസം വരുന്നത്? കുറയ്ക്ക്. ആ അത്രയാണ് നമ്മൾ 5,000-ന്. ഇനിയിപ്പോൾ ഇത് കുറച്ച് പറഞ്ഞാലും കൂടി പറഞ്ഞാലും വേറെ കാര്യമൊന്നുമില്ലല്ലോ. 5,000 വോട്ടിന് മുമ്പെല്ലാം എല്ലാവർക്കും വന്നിട്ടുള്ള ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്. ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്ക് 7,000 വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു നമ്മുടെ താഴെയുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഏറ്റവും കുറവുള്ളവർ വെച്ച് എഴുതുള്ളൂ. എല്ലാവരും LDF ആയിരുന്നാലും UDF ആയിരുന്നാലും BJP ആയിരുന്നാലും. കാര്യം പിന്നെ ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആൻസറുള്ള ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നുള്ളതാണ്. അല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താ? സൈറ്റ് അത് ഉറപ്പല്ലേ കണ്ട. അവർ 3 പ്രാവശ്യം പ്രതീക്ഷ വെച്ച് ഒരു പ്രാവശ്യം ശരിയായി. അല്ല, അത് ഞാൻ പറഞ്ഞത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ആൾക്കാർ വിചാരിച്ചിട്ട് ഈ ഇങ്ങനെ ഈ മദ്യം, മയക്കുമരുന്ന്, പിന്നെ കാശ്, പിന്നെ അതെല്ലാം കൊടുത്തത് വോട്ട് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നുള്ള ഒരു സംശയം തോന്നി. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാണ്. ഇവിടെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ കേസ് ചാർജ് ചെയ്തു, മദ്യം വിറ്റതിന് ചാർജ് ചെയ്തു. RMSൽ നിന്ന് 4 പെട്ടി പോയി. പെട്ടി കൊണ്ടുപോയ കാറിൻ്റെ നമ്പർ കൊടുത്തു. കാറിൻ്റെ നമ്പർ കൊടുത്തപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് പറയേണ്ടത് ഇത് ബൈക്കിൻ്റെ നമ്പറാണെന്ന്, കള്ള നമ്പറാണ് വെച്ചുകൊണ്ട് പോയെന്ന് പറയുന്നത്. പിന്നെ 15,000 രൂപ നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, നിയമത്തായിരിക്കണം. അപ്പോൾ വരികയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ജനാധിപത്യത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ജനാധിപത്യത്തെ പണാധിപത്യത്തെ കൊണ്ട് നേരിടുക എന്നുള്ളത് അത് നിയമത്ത് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അതൊക്കെ ആഗ്രഹിക്കാമല്ലോ. അതിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞ് പിന്നെ UDF സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അത് എല്ലാ സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണല്ലോ.
സ്വന്തമായിട്ട് നിൽക്കുന്നതും ആലോചിക്കുന്നത് എനിക്ക് കുറച്ച് ഓട്ടമുണ്ട് അവരെല്ലാം വന്ന് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വരും. ഞങ്ങൾ പിന്നെ ഫലപ്രഖ്യാപനത്തിന് ശേഷമേ പിന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളവും പിന്നെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആലോചിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി അത് തീരുമാനിക്കും. ഇവിടെ ഇപ്പം ചില UDF മന്ത്രിമാരെ തീരുമാനിച്ചു, അതേപോലെ തന്നെ വകുപ്പുകൾ തീരുമാനിച്ചു, വീടുകൾ തീരുമാനിച്ചു. ഏതൊക്കെ വീടുകളാണ് ആർക്ക് വേണമെന്ന്. സ്പീക്കറിൻ്റെയും CM-ൻ്റെയും കാര്യത്തിലാണ് തർക്കം, എന്തോ ഒരു ചെറിയൊരു തർക്കമുണ്ടെന്ന് പറയുന്നത്. നമുക്കതൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അവരിതുവരെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം കുറച്ച് കൂടുന്നത്. ചില മന്ത്രിമാരുടെ കാര്യത്തിൽ ടൈറ്റ് മത്സരമാണെന്ന് പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. അത് നമുക്ക് ഒരു ജനാധിപത്യ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 140 മണ്ഡലമുണ്ട്. 140 മണ്ഡലം LDFന് പിന്നെ ഈസി വാക്കോറാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് ചിലപ്പം അങ്ങനെയൊക്കെ വരാം. ടൈറ്റ് മത്സരം വരാവാം, ചിലപ്പോൾ ഈസി മത്സരമാവാം. ചിലപ്പോൾ വളരെ ടൈറ്റ് എന്ന് വിചാരിക്കുന്ന നമ്മൾ സ്ഥലത്ത് ചിലപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ജയിച്ചെന്ന് വരാം. അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യമല്ലേ.